അരുൺരാജ് വീണ്ടും ചേരുന്നു. അരുൺരാജ്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ജാമ്യാപേക്ഷ കോടതിക്ക് മുമ്പാകെ ഇന്ന് സമർപ്പിക്കുകയായിരുന്നു. പ്രധാനമായി ഇക്കാര്യത്തിൽ പറഞ്ഞത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല, താൻ സ്വാഭാവികമായും ശബരിമലയുടെ തന്ത്രി എന്ന നിലയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനപ്പുറം ദേവസ്വത്തിന്റെ ഭരണകാര്യങ്ങളിലോ അവർ ഇടപെടുന്ന കാര്യങ്ങളിലോ താൻ ആജ്ഞ കൊടുക്കുകയോ അനുമതി കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഇക്കാര്യങ്ങൾ തനിക്ക് അറിവുള്ളതല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു തന്ത്രവിദ്യ പഠിച്ച വ്യക്തി എന്നതിനപ്പുറം ഒരു ബ്രാഹ്മണൻ എന്നീ കാര്യങ്ങൾ മാത്രമാണ് അറിയാവുന്നത്. അതിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ രീതിയിലുള്ള ബന്ധങ്ങളൊന്നും തനിക്കില്ല എന്നുള്ളതാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. ആചാരലംഘനം ഉണ്ടായിട്ടില്ല, ആചാരലംഘനം ഉണ്ടാക്കാനല്ല താൻ അവിടെ ശ്രമിച്ചിട്ടുള്ളത്. ആചാരലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളും താൻ അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് എടുത്ത ഒരു നയപരമായ കാര്യത്തിൽ ഇടപെടാനുള്ള അധികാരമോ അത്തരത്തിലുള്ള ശേഷിയോ തന്നെ സംബന്ധിച്ച് അവിടെ ഇല്ല. അത് തന്ത്രി എന്ന നിലയിൽ തന്റെ അധികാര പരിധിയല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഗൂഢാലോചന നടത്തിയിട്ടില്ല. ഇതിനാൽ താൻ ഈ കേസിൽ തനിക്കെതിരെ നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ അത് പൂർണ്ണമായും താൻ തള്ളിക്കളയുകയാണ്. തനിക്ക് ഇക്കാര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നതായിരുന്നു. എന്തായാലും ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കണം എന്ന നിർദ്ദേശമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 13 ഈ കേസ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്. അതേസമയം ഈ തനിക്ക് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടി തന്ത്രി കണ്ഠരര് രാജീവർ മജിസ്ട്രേറ്റ് മുമ്പാകെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ മെഡിക്കൽ എയ്ഡ് അത് ജയിലിനുള്ളിലായാലും കൊടുക്കണം, വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കണം. വൈദ്യപരിശോധന ഇക്കാര്യത്തിൽ തുടർച്ചയായി ആവശ്യപ്പെട്ടാൽ അത് നൽകണം എന്ന ആവശ്യം കൂടി കോടതി ഇപ്പോൾ വാക്കാൽ നിർദ്ദേശമായി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട 13 ഈ ചൊവ്വാഴ്ചയാണ് ഈ കേസ് കോടതി ഇനി പരിഗണിക്കുക. ആ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ SIT ചോദിക്കും. ഒരുപക്ഷെ അതിന് മുമ്പ് തന്നെ SIT ഈ തന്ത്രി കണ്ഠരര് രാജീവിനായി ഒരു കസ്റ്റഡി അപേക്ഷ കൂടി കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ വിശദമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ട്, റിമാൻഡ് റിപ്പോർട്ടാണ് കോടതിക്ക് മുമ്പാകെ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അക്കമിട്ട് നിരത്തുന്നു എന്തൊക്കെ കാര്യങ്ങളിലാണ് തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നത്, കണ്ടെത്തൽ എന്തൊക്കെയാണ് എന്നുള്ളത്. ഈ 1, 9 അതുപോലെ തന്നെ 10 പ്രതികൾക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുന്നതിനും ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഇടപെടൽ അക്കാര്യത്തിൽ തന്ത്രി നിലയിൽ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തങ്ങളുടെ പക്കലേക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ തന്ത്രി എന്ന നിലയിൽ അവിടെ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ചുമതലയുണ്ട്. ആചാരങ്ങൾ അനുഷ്ഠാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെട്ടില്ല എന്ന ഗുരുതരമായ പരാമർശം കൂടി ഇപ്പോൾ ഈ SITയുടെ അറസ്റ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, അതുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്നുള്ളതായിരുന്നു ആദ്യ വാദം, ഇദ്ദേഹത്തിന്റെ വാദം. പക്ഷേ അത് കളവാണെന്ന് പിന്നീട് തങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. അതിനാൽ തന്നെ ഇതിൽ ഒരു ചില സസ്പീഷ്യസ് ആയ ഘടകങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് തങ്ങൾക്ക് പോകാൻ അനുമതി നൽകണം എന്നതാണ് ഈ പ്രതിയെ ജാമ്യത്തിൽ വിടരുതെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് സിജു രാജൻ വാദിക്കുകയായിരുന്നു. തുടർന്നാണ് ഇതിൽ വിശദമായ വാദം കേൾക്കാം എന്ന് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ മാസം 13 ഈ കേസുമായി ബന്ധപ്പെട്ട തുടർവാദങ്ങൾ ഉണ്ടാകും, ജാമ്യാപേക്ഷയിൽ വാദങ്ങൾ ഉണ്ടാകും. അതുവരെ റിമാൻഡിലേക്ക് പോകട്ടെ എന്നുള്ളതാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാലും അല്പസമയത്തിനകം അദ്ദേഹത്തെ തിരുവനന്തപുരം ജയിലിൽ എത്തിക്കും. അതിനു മുമ്പ് ആവശ്യമെങ്കിൽ വൈദ്യസഹായം നൽകും എന്നുള്ള വിവരമാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നതിൽ. റിമാൻഡ് റിപ്പോർട്ടിനെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പുറത്തുവരും. ഓക്കെ, താങ്ക് യു. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സമീപ ദിവസങ്ങളിലായി ഏറ്റവും ആദ്യം ഒരുപാട് ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകിയ ആളാണ് ഞങ്ങളുടെ കൊല്ലത്തെ റിപ്പോർട്ടർ അരുൺരാജ്. നമുക്കിനി ഒരു ചെറിയ ഇടവേള പോകണം. ഇടവേള കഴിയുമ്പോൾ ഈ തന്ത്രി തെറ്റുകാരനല്ല എന്ന് പറയുന്ന കുടുംബാംഗങ്ങൾ, രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാരുണ്ട്. അവരുടെ വാദഗതികൾ കൂടി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.